أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറത്തുൽ ഫാത്തിഹ നമ്മൾ 5 വീഡിയോ ചെയ്തു. ഇനി ആറാമത്തെ ഹംദിനെ പറ്റി പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ രണ്ടാമത്തെ ആയത്താണ് കേട്ടോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് സർവസ്തുതിയും അള്ളാഹുവിനാണ്. എങ്ങനത്തെ അള്ളാഹ്? റബ്ബിൽ ആലമീൻ ലോകരുടെ രക്ഷിതാവായ, ആലമീൻ്റെ രക്ഷിതാവായ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽ ഖുറാവു സബത്ത് 7 കാര്യങ്ങളും അലാ ലൊമ്മിയ ദാലി അൽ ഹംദു എന്ന് ദാലിന് ലൊമ്മാണ് കൊടുത്തേക്കണം. മിൻ കൗലി അൽഹംദുലില്ല, അള്ളാഹിൻ്റെ കൗലിൽ നിന്നുള്ള അൽഹംദുലില്ല എന്ന കൗലിന് ദാലിന് ഹംദിന് ദാല കൊടുത്തേക്കണം. വഹുവ മുബത്തദൻ വ ഖബറൻ, മുബത്തദയും ഖബറുമാണ്. അൽഹംദു സർവസ്തുതിലില്ലാഹി അള്ളാഹുവിനാണ്. അപ്പോൾ സർവസ്തുതിയുമാകുന്നത് അള്ളാഹുവിനുള്ളതാണ് എന്ന നിലക്കാണ്. വറുവിയ റിവായത്തെപ്പെട്ടു അൻ സുഫിയാൻ ബിൻ ഉയൈനയെ തൊട്ട് വറുബത്ത് ബിൻ ഹജ്ജാജ് എന്നവരെ തൊട്ടും അന്നഹും അവർ രണ്ടുപേരും കാല പറഞ്ഞു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ ബിൻ നസ്ബി, നസ്ബ് കൊണ്ടിട്ടാണ് പറഞ്ഞത്. സുഫിയാൻ ബിൻ ഉയൈന വഹുവ, അത് അലൈലുമാരി ഫീലിൻ, അവിടെ ഒരു ഫീലിനെ, ഒരു ക്രിയയെ മറച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ. വഖറ ഇബ്നു അബി അബില, ഇബ്നു അബി അബിൽ ഓതി അൽഹംദുലില്ലാഹി എന്ന് ഓതി. ബി ലൊമ്മി ദാലി, ദാലിന് ലൊമ്മ കൊടുത്തിട്ടുണ്ട്. വല്ലാമി, ദാലിനും അതുപോലെ തന്നെ അൽഹംദുലില്ലാഹി എന്ന് കൊടുത്തിട്ടല്ലേ, അങ്ങനെ ഓതി. ഇത്ബാലി സാനി അൽ അവല, രണ്ടാമത്തേന് ഒന്നാമത്തേനോട് തുറത്തിയിട്ട് അൽഹംദുലില്ലാഹി. അപ്പോൾ ലീ എന്നതിന് ദൂനോട് തുടർത്തിയിട്ട് വലഹു ഷവാഹിദു, അതിന് സാക്ഷികൾ, എന്താണ് സാക്ഷികളുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തെളിവുകളുണ്ട്. ലാക്കിന്നഹു ഷാദൻ, അത് ഷാദാണ്. അൽഹംദുലില്ലാഹി എന്നൊക്കെ ഓതൽ ഷാദാണ്. വാനിൽ ഹസൻ വ സൈദ് ബിൻ അലി, ഹസൻ എന്നവരെ തൊട്ടും സൈദ് ബിൻ അലിയെ തൊട്ടുണ്ട് അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി, അതായത് ഹംദി ബി കസ്രി ദാലി, ദാലിന് കസർ കൊടുക്കുക. ഇത്ബാലി അവലി ലിൽ അവലി അസാനിയ, അവലിനെ രണ്ടാമത്തേനോട് തുടർത്തതിന് വേണ്ടി, അതായത് ദാലിനെ ലാമിനോട് തുടർത്തി, ലില്ലാഹിലെ ലാമിനോട് തുടർത്തി അൽഹംദുലില്ലാഹി എന്ന് ഓതിയിട്ടുണ്ട്. അപ്പോൾ എത്ര ഓത്തായി? അൽഹംദുലില്ലാഹി ഉണ്ട്, അൽഹംദുലില്ലാഹി ഉണ്ട്, ഇനി അൽഹംദുലില്ലാഹി ഉണ്ട്, അൽഹംദുലില്ലാഹി, അങ്ങനെയൊക്കെ ഓതാം. പക്ഷേ ഷാദാണ് അൽഹംദുലില്ലാഹി എന്ന് ഓതല്ലേ. വഖാൽ അബൂ ജാഫർ ജരീർ പറയാണ് മാന അൽഹംദുലില്ലാ, അൽഹംദുലില്ലാൻ്റെ മാന അശ്കുറു ലില്ലാഹി ഖാലിസൻ ദൂന സായിരി മാ യുഅബദു മിൻ ദൂനിഹി എന്ന്. അശ്കുറു ലില്ലാ, നന്ദി അള്ളാഹുവിനാണ്. ഖാലിസൻ, അത് തന്നെ തനിച്ച്, അള്ളാഹുവിന് തനിച്ചാണ്. ദൂന സായിരി മാ യുഅബദു മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കപ്പെടുന്ന മറ്റുള്ളവകളെ കൂടാതെ തനിച്ച് അള്ളാഹുവിന് മാത്രമാണ് ശുക്ർ, നന്ദി. വദൂന കുല്ലിമാ ബറഅ മിൻ ഖൽഖിഹി, അവൻ്റെ മുഴുവൻ സൃഷ്ടികളിൽ നിന്നുള്ള ഇതിനെ കൂടാതെ അള്ളാഹുവിന് മാത്രമാണ് എന്താണ് ശുക്ർ എന്നാണ്. എന്തിൻ്റെ കാരണം? ബിമാ അൻഅമ അലാ ഇബാദിഹി, അവൻ അടിമകൾക്ക് ചെയ്ത അനുഗ്രഹത്തിൻ്റെ കാരണം. മിനന്നേമി, അനുഗ്രഹങ്ങളാൽ. അല്ലത്തി ലാ യുഹ്സിഹൽ അദദു, അതിനെ എണ്ണം ക്ലിപ്തമാക്കൂല. അങ്ങനത്തെ അനുഗ്രഹം, അടിമകൾക്ക് ചെയ്ത അനുഗ്രഹത്തിൻ്റെ കാരണം എല്ലാ നന്ദിയും അള്ളാഹുവിനാണ്. വലാ യുഹീതു ബി അദദിഹാ ഗൈറുഹു അഹദൻ, അതിൻ്റെ എണ്ണം അള്ളാഹ് അല്ലാത്ത ഒരാളും എണ്ണിക്കണക്കാക്കൂല. ഫി തസ്ഹീഹിൽ ആലാത്തി ലി ത്വാഅത്തിഹി, എന്തൊക്കെയാണത്? അവന് വഴിപ്പെടാൻ അവൻ എന്ത് ചെയ്തു? അവയവങ്ങളെയൊക്കെ നന്നാക്കി തന്നില്ലേ. അതുപോലെ തന്നെ തംകീനി ജവാരി അജ്സാമിൽ മുക്കല്ലഫിനലി അദായി ഫറായിലി, അവൻ്റെ വിധികളെ വീട്ടാൻ, ഫർളുകളെ വീട്ടാൻ മുക്കല്ലഫീങ്ങളായ മനുഷ്യന്മാരുടെ ശരീരങ്ങളുടെ അവയവങ്ങളെ സൗകര്യപ്പെടുത്തി തന്നില്ലേ, ആ വിഷയങ്ങളിലൊക്കെ. മഅമാ ബസതലഹും ഫി ദുനിയാഹും മിന ജിസ്കി, അവർക്ക് ദുനിയാവിൽ റിസ്ക്കിനെ വിശാലമാക്കലോടുകൂടി. വഗദ്ദാഹും ബിഹി മിൻ നഈമിൽ ഐശി, ജീവിതത്തിൻ്റെ അനുഗ്രഹങ്ങളെ അവർക്ക് സുഖിപ്പിക്കലോടുകൂടി. വദ്ദാഹും
മിൻ ഗൈരി ഇസ്തിഹ്ഖാഖിൻ മിൻഹും ദാലിക അലൈഹി, അവരിൽ അത് അവൻ്റെ മേൽ അവർക്ക് നിർബന്ധമല്ലാതിരുന്നിട്ട് കൂടി അങ്ങനെയൊക്കെ അള്ളാഹ് ചെയ്തില്ലേ. വമാമാ നബ്ബഅഹും അലൈഹി വദഅഹും ഇലൈഹി, വമാമാ നബ്ബഅഹും അലൈഹി വദഅഹും ഇലൈഹി, അവൻ്റെ മേൽ അവൻ ഉണർത്തി തരുകയും അവരെ അവനിലേക്ക് ക്ഷണിക്കുകയും ചെയ്യലോടുകൂടി. മിനൽ അസ്ബാബിൽ മുഅദ്ദിയത്തി ഇലാ ദവാമിൽ ഖുലൂദി ഫീ ദാരിൽ മുഖാമി, മിനൽ അസ്ബാബി അൽ മുഅദ്ദിയത്തി, വീട്ടുന്ന കാരണങ്ങളാൽ, ഇലാ ദവാമിൽ ഖുലൂദി, നിത്യതയുടെ, ഖുലൂദ് നിത്യമാകുന്നതിലേക്ക്, ഫീ ദാരിൽ മുഖാമി ഫീ നഈമിൽ മുഖീം, നിത്യമായ അനുഗ്രഹത്തിൻ്റെ വീട്ടിൽ. അപ്പോൾ ഫലി റബ്ബിൻ അൽഹംദു അലാ ദാലിക കുല്ലി അവ്വലം വാഖിറ, അപ്പോൾ നമ്മുടെ റബ്ബിനാണ് സ്തുതിയുള്ളത് അത് മുഴുവത്തിൻ്റെ മേലും. അവ്വലം വാഖിറ, ആദ്യവും അവസാനവും സ്തുതി അവനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അർത്ഥം പറഞ്ഞതാണല്ലേ. അബൂ ജാഫർ ജരി മാന അൽഹംദുലില്ലാൻ്റെ അർത്ഥം പറഞ്ഞാണ്. അള്ളാഹ്ക്കാണ് എല്ലാ ശുക്ർ മുഴുവനും. അള്ളാഹ് അല്ലാത്തവരെ തൊട്ട് തനിച്ചിട്ട് അള്ളാഹുവിനാണ് നന്ദിയുള്ളതെന്ന്. ഖാല ഇബ്നു ജരീർ പറഞ്ഞു, അൽഹംദുലില്ലാ എന്നുള്ളത് സനാഉൻ, അതൊരു പ്രകീർത്തനമാണ്, അത് സ്തുതിയാണ്. അസ്നാബി അലാ നഫ്സിഹി, അള്ളാഹു സ്തുതിച്ചു അവൻ്റെ ശരീരം, അവൻ്റെ മേൽ അവൻ സ്തുതിച്ചതാണ്. വഫീൽ ഇംനിഹി, അതിൻ്റെ ഉള്ളിലൂടെ ഉണ്ട്. അമറ ഇബാദ്, അവൻ്റെ അടിമകളോട് കൽപ്പിക്കലുണ്ട്. ഐ യുസ്നു അലൈഹി, അവർ അള്ളാഹിനെ സ്തുതിക്കാൻ. അപ്പോൾ ഫകാന്നഹു ഖാല, അപ്പോൾ അള്ളാഹ് പറഞ്ഞതുപോലെ ഉണ്ട്, ഖൂലു, നിങ്ങൾ പറയുക, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ പറയുക. ഖാല വഖദ് ഖീല, അദ്ദേഹം പറയാം, വഖദ് ഖീല പറയപ്പെട്ടിട്ടുണ്ട്. ഇബ്നു ജരീർ പറയാണ്, ഇന്ന ഖൗലൽ ഖായിലി, പറയുന്നവൻ്റെ കൗല്, അൽഹംദുലില്ലാ എന്ന് പറയുന്നവൻ്റെ കൗല്, സനാഉൻ അലൈഹി ബി അസ്മാഇഹി വ സിഫാത്തിഹിൽ ഹുസ്ന. അൽഹംദുലില്ലാ എന്ന് പറയുന്നവൻ്റെ കൗല് അത് സനാ ആണ്, അള്ളാഹിനെ സ്തുതിക്കലാണ്. ബി അസ്മായി, അള്ളാഹിൻ്റെ ഇസ്മുകളെ കൊണ്ടും അവൻ്റെ സിഫത്തുകളെ കൊണ്ടും, അൽ ഹുസ്ന, അവൻ്റെ നല്ല സിഫത്തുകളെ കൊണ്ടൊക്കെ സ്തുതി പറയലാണ്. വ ഖൗലു അശ്ശുക്റു ലില്ലാഹി സനാഉൻ അലൈഹി ബി നിഅമിഹി വ അയാദിഹി. ഇനി പറയുന്നെന്താ, വ ഖൗലുഹു അശ്ശുക്റു ലില്ലാഹി സനാഉൻ അലൈഹി ബി നിഅമിഹി വ അയാദിഹി. അള്ളാഹുവിന് ശുക്ർ സനാഹ് തന്നെയാണ്, അവനെ സനാഹ് ചെയ്യലാണ് അവൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട്. സുമ്മ ഷറാഫി റദ്ദി ദാലിക ബിമാ ഹാസിലു അന്ന ജമിഅ അഹ്ലിൽ മാരിഫത്തി ബി ലിസാനിൽ അറബി യൂഖിഊന കുല്ലം മിനൽ ഹംദി വ ശുക്രി മക്കാനൽ ആഖരീൻ. സുമ്മ ഷറ, പിന്നെ അദ്ദേഹം പ്രവേശിപ്പി റദ്ദി ദാലിക, അതിനെ തടയുന്നതിൽ, ബിമാ ഒന്നുകൊണ്ട്, ഹാസിലിൻ്റെ ഹാസിൽ എന്താണ്, അന്ന ജമിഅ അഹ്ലിൽ മാരിഫത്തിൻ്റെ മുഴുവൻ ആളുകളും, ബി ലിസാനിൽ അറബി ഭാഷ അറിയാവുന്ന ആളുകൾ മുഴുവനും, യൂഖിഊന കുല്ലൻ, അവർ സംഭവിപ്പിക്കുന്നു കുല്ലം മിനൽ ഹംദി, മുഴുവൻ ഹംദിനെയും, വശുക്രിനെയും, മക്കാനൽ ആഖരി, മറ്റേ സ്ഥാനത്ത്, മക്കാനൽ ആഖറിൻ്റെ സ്ഥാനത്ത് സംഭവിപ്പിക്കുന്നു. മുഴുവൻ ഹംദുകളെയും ശുക്റുകളെയും മക്കാനൽ ആഖരി, ആഖറിൻ്റെ മക്കാനിൽ സംഭവിപ്പിക്കും. വഖദ് നഖല സുലമി നഖൽ ചെയ്തു ഹാദൽ മദഹി മദ്ഹബിന് അന്നഹുമാ സവാഉൻ അൻ ജാഫർ സാദിഖി വബ്നി അത്തായി മിന സൂഫിയ. അന്നഹും, അവർ രണ്ടുപേരും, സവാഉൻ അൻ ജാഫർ ബിൻ സാദിഖ് വബ്നി അത്തായി മിന സൂഫി തൊട്ടാകലും സമമാണ്. വഖാല ഇബ്നു അബ്ബാസ് പറഞ്ഞു, അൽഹംദുലില്ലാ കലിമത്തുൻ കുല്ലി ഷാക്കിരിൻ, എല്ലാ നന്ദി ചെയ്യുന്നവൻ്റെയും കലിമത്താണ് അൽഹംദുലില്ലാ എന്നത്. വഖദ് ഇസ്തദൽ ഖുർത്തുബി തെളിവ് പിടിച്ചു ഇബ്നു ജരീറിന് വേണ്ടി, ബി സിഹത്തി ഖൗലിൽ ഖായിലി അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറയുന്നവൻ്റെ കൗല് ശരിയാണെന്നതുകൊണ്ട് ഇബ്നു ജരീറിന് ഖുർത്തുബി തെളിവ് പിടിച്ചു. വഹാദല്ലദി ഇബ്നു ജരീർ ഈ വാദിച്ചത് ഫീ അതിന് നദറുണ്ട്,
കാരണം അന്ന ഹുസ്തുഹിറ ഇന്ത കസീർ മിനൽ ഉലമായി പണ്ഡിതന്മാരിൽ അധികരിച്ചവരുടെ അടുക്കലും പ്രസിദ്ധമാണല്ലോ. മിനൽ മുതാഖിരീങ്ങളിൽപ്പെട്ട പണ്ഡിതന്മാരിൽ അധികരിച്ചവരുടെ അടുക്കലും പ്രസിദ്ധമാണ്. പിന്തി വന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, അതെന്താണ്? അന്നൽ ഹംദ ഹുവ സന, ഹംദ എന്നുള്ളത് സന ആണ്, കീർത്തനമാണ്. ബിൽ ഖൗലി വാക്ക് കൊണ്ടുള്ള കീർത്തനമാണ്. അലൽ മഹമൂദി മഹമൂദിൻ്റെ മേൽ, ബിസിഫാത്തിഹി അൽ ലാസിമത്തി വൽ മുതാദ്ദിയത്തി, ലാസിമത്തും മുതാദ്ദിയത്തുമായ സിഫത്തുകളെ കൊണ്ട് സ്തുതിക്കപ്പെട്ടവൻ്റെ മേലുള്ള വാക്ക് കൊണ്ട് സനാഹ് പറയലാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. ശുക്ർ എന്ന് പറഞ്ഞാൽ ആ യക്കൂനു, അത് ഇല്ലാലൽ മുതാദ്ദിയത്തി, അതാകൂല മുതാദ്ദിയായ സിഫത്തിൻ്റെ മേലല്ലാതെ ആകൂല. വയക്കൂനു ബിൽ ജനാനി വൽ ലിസാനി വൽ അർക്കാനി. ശുക്ർ എന്നുള്ളത് എന്തുണ്ടാകാം? അവയവങ്ങൾ കൊണ്ടും നാവ് കൊണ്ടും ഒക്കെ ഉണ്ടാകാം. കമാക്കാല ഷാഹിർ പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞ അമ്മ എന്താ വെച്ചാൽ വിഷയം എന്ന് വെച്ചാൽ ശുക്ർ എന്ന് പറയാൻ പറ്റൂല എന്നല്ലേ. ഹംദ് സനാ എന്നാണ്. ഹംദ് എന്ന് വെച്ചാൽ സനാ ആണ്. അപ്പോൾ സനാ പറയൽ ലാസിമായ സിഫത്ത് കൊണ്ടുപോകാം, മുത്താദ്ദിയായ സിഫത്ത് കൊണ്ടുപോകാം. പക്ഷെ ശുക്രാകുമ്പോൾ മുത്താദ്ദിയായ സിഫത്ത്, മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കുന്ന സിഫത്ത്, ആ സിഫത്തിൻ്റെ മേലല്ലാതെ ശുക്ർ പറ്റൂല എന്നാണ് പറഞ്ഞത്. കമാകാല ഷാഹിർ പാടില്ല. അഫാദത്തുക്കുമുന്നഅമാഹുമിന്നി സലാസതൻ യദീബ ലിസാനി വല്ലമീറുൽ മുഹജ്ജബാൻ. നഅ്മാഉ നിങ്ങൾക്ക് ഫലം ചെയ്യിപ്പിച്ചു, മിനി എന്നിൽ നിന്നും സലാസ മൂന്നെണ്ണത്തിന്, യദി എൻ്റെ നാവും, ലിസാനി എൻ്റെ കയ്യും, എൻ്റെ നാവും, എൻ്റെ എന്താ ലമീറും ഉള്ളും, അൽ ലമീറുൽ മുഹജ്ജബാൻ അല്ലേ. വലാക്കിന്നം യഖ്തലഫു, എങ്കിലും അവർ എതിരായിട്ടുണ്ട്. അയ്യുഹുമ, അതിലേതാണ് ആമായത്, അതായത് ഹംദാണോ ശുക്റാണോ ആമായത്. അലൽ ഖൗലൈനി, രണ്ട് കൗലുണ്ട്. തഹ്കീക്ക് എന്താണ്? അന്ന ബൈനഹുമ ഉമൂമം വ ഖുസൂസ, അത് രണ്ടിൻ്റെ ഇടയിൽ ഉമൂമു ഖുസൂസ് ഉണ്ട്. അത് ശുക്റും ഹംദും തമ്മിൽ ഉമൂമു ഖുസൂസിൻ്റെ ബന്ധമാണ്. പൽ ഹംദു എന്നുള്ള, അപ്പോൾ ഹംദ് ആമാണ്, പിന്നെ ശുക്രിനേക്കാൾ ആമാന്ന് പറയുക. മിൻ ഹൈസുമാ യഖാനി അലൈഹി, അത് രണ്ടും സംഭവിക്കുന്ന ഒന്നിൻ്റെ ഭാഗത്തിലൂടെ ശുക്റിനേക്കാൾ ആമാണ് ഹംദ് എന്ന് പറയാം. കാരണം ലന്നഹു യക്കൂനു അല സിഫാത്തിൽ ലാസിമത്തി വൽ മുതാദ്ദിയത്തി, കാരണം ഹംദ് എന്നുള്ളത് സംഭവിക്കും, അതുണ്ടാകും സിഫത്തിൻ്റെ മേൽ, ലാസിമ സിഫത്തിൻ്റെ മേലും മുതാദ്ദിയ സിഫത്തിൻ്റെ മേലും ഉണ്ടാകാം. തഖൂലു, നീ പറയും, ഹമത്തുഹു ലി ഫുറൂസിയത്തിഹി വഹമിത്തുഹു ലി കറമിഹി എന്ന് പറയാം. കാരണം ഞാൻ അവനെ സ്തുതിച്ചു, ലി ഫുറൂസിയത്തിഹി, അവൻ്റെ ഫുറൂസിയത്തിൻ്റെ മേൽ, അതായത് ഫറസ് എന്ന് വെച്ചാൽ എന്താ, അവൻ കുതിര ഓടിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഹമിത്തൂലി കറമി, അവൻ്റെ ഔദാര്യത്തിന് വേണ്ടി ഞാൻ അവനെ സ്തുതിച്ചു എന്നും പറയാറുണ്ട്. വഹുവത് അഹസ്സാണ്, കാരണം അന്നഹുലായക്കൂൻ ഇല്ലാ ബിൽ ഖൗലി, അത് ഖൗല് കൊണ്ടല്ലാതെ ഉണ്ടാകൂല. വശുക്ർ ആമു മിൻ ഹൈസുമാ യഖാ, ഇനി ശുക്ർ ആമ എന്ന് പറയാം, മിൻ ഹൈസുമാ യഖാനി അലൈഹി, അത് രണ്ടും സംഭവിക്കുന്ന ഒന്നിൻ്റെ വെച്ചിട്ട് ഇത് ആമ എന്ന് പറയാം, ശുക്ർ ആമ എന്ന് പറയാം. എങ്ങനെ? കാരണം അന്നു യക്കൂന് ബിൽ ഖൗലി വൽ അമലി വന്നിയത്തി, കാരണം ശുക്ർ എന്നുള്ളത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിയ്യത്ത് കൊണ്ടൊക്കെ ശുക്രുണ്ടാകും. കമാ തഖദ്ദമ, മുന്തി പറഞ്ഞതുപോലെ. വഹുവ അഖസ്സ, അപ്പോൾ അത് അഖസ്സാണ്. ലിഅന്നഹു ലാ യകൂനു ഇല്ലാ അലാ സിഫാത്തിൽ മുതഅദ്ദിയ, കാരണം അത് മുതഅദ്ദിയായ സിഫത്തിൻ്റെ മേലല്ലാതെ ഉണ്ടാകൂല. ലാ യുഖാലു പറയപ്പെടില്ല ശക്കർത്തുഹു ലി ഫുറൂസിയത്തി എന്ന് പറയൂല, ഞാൻ നിന്നെ ശുക്ർ ചെയ്തു അവൻ്റെ ഫുറൂസിയത്തിന് വേണ്ടി. അപ്പോൾ തഖൂൽ, നീ പറയും, ശക്കർത്തു അല കറമിഹി വൈസാനി ഇലയ്യ, നീ പറയുമല്ലോ അവനെ ഞാൻ സ്തുതിച്ചു അവൻ്റെ കറമ് കാരണം, അവൻ്റെ എന്നിലേക്ക് അവൻ നന്മ ചെയ്ത കാരണം. അപ്പോൾ അവനിക്ക് ഒരാളെ സ്തുതിക്കൽ അവനിൽ വിശേഷണം മറ്റുള്ളവരിലേക്ക് വിട്ടുകിടക്കുന്ന വിശേഷണത്തിൻ്റെ മേലാണ് എന്ത് പറ്റുള്ളൂ, ശുക്ർ ഉണ്ടാകുള്ളൂ. അല്ലാതെ അവൻ വണ്ടി ഓടിക്കാനറിയാം, അല്ലെങ്കിൽ അവൻ എന്താ കുതിര സവാരിക്കാരനാണ്
എന്നതുകൊണ്ടിട്ട് ശുക്ർ ചെയ്യാൻ പറ്റൂല. അവിടെ ഹംദ് എന്ന് പറയാം, ഹംദ് ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഹാദാ ഹാസിലു മാ ഹററഹു ബഅദുൽ മുതഅഖിരീൻ വല്ലാഹു അലം. ഈ പറഞ്ഞതാണ് പിന്തി വന്ന ചില പണ്ഡിതന്മാർ തഹരീറാക്കിയതിൻ്റെ വല്ലാസിലി പറഞ്ഞതാണ്. അപ്പോൾ ഹംദും ശുക്റും വ്യത്യാസമുണ്ട്. ഉമൂമു ഖുസൂസ, ആമു ഖാസാണ് എന്നൊക്കെ പറഞ്ഞു. ഇനി വഖാല അബൂ നസ്ർ പറഞ്ഞു, ഇസ്മായിൽ ഇബ്നു ഹമ്മാദുൽ ജൗഹരി പറയാണ്, അൽ ഹംദു നഖീലുൽ ദമ്മി. ഹംദ് എന്നുള്ളത് ദമ്മിൻ്റെ എതിരാണ്. ഹംദ് സ്തുതി, ദമ്മ് വെച്ചാൽ ആക്ഷേപം, ആക്ഷേപത്തിൻ്റെ എതിരാണ് ഹംദ്. തഖൂൽ നീ പറയും, ഹമിത്തുർ റജുല അഹ്മദുഹു ഹംദ. ഞാനൊരു മനുഷ്യനെ ഹംദ് ചെയ്തു, അഹ്മദുഹു ഹംദ എന്ന് പറയുന്നത്. വ മഹ്മദത്തൻ, അഹ്മദു ഹംദൻ വ മഹ്മദ. വ ഹമീദൻ വ മഹ്മൂദൻ. വ തഹ്മീദു, അപ്പോൾ തഹ്മീദ് എന്നുള്ളത് അബ്ലഗു മിനൽ ഹംദി, ഹംദിനേക്കാൾ അബ്ലഗാണ്. അൽ ഹംദു അമ്മ മിന ശുക്രി. അപ്പോൾ ഹംദ് എന്നുള്ളത് അമ്മാണ്, ശുക്രിനേക്കാൾ ആമുമാണ്. വഖാല ബി ശുക്രി ഹുവ സനാഉ അലൽ മുഹ്സിനി ബിമാ ഔലാക്കഹു മിനൽ മഅറൂഫി യുഖാലു ശക്കർതു വ ശക്കർതു ലഹു വബില്ലാമി അഫ്സഹു. വഖാല ബി ശുക്രി, ശുക്രിൽ പറഞ്ഞിട്ടുണ്ട്, ഹുവ സനാഉ അലൽ മുഹ്സിനി, ഗുണം ചെയ്യുന്നവനെ സ്തുതിക്കലാണ്. ബിമാ ഔലാക്കഹു മിനൽ മഅറൂഫി യുഖാലു ശക്കർത്തുഹു എന്ന് പറയും, വശക്കർത്തു ലഹു എന്ന് പറയും. വബില്ലാമി, ലാമ് കൊണ്ട് പറയലാണ് അഫ്സഹ്, ശക്കർത്തു ലഹു എന്ന് പറയലാണ് അഫ്സഹ്. അപ്പോൾ ശുക്റും ഹംദും പറഞ്ഞിട്ട് ഇനി അമ്മൽ മദ്ഹു, ഇനി മദ്ഹോ വഹു അമു ബിൽ നൽ ഹംദി, അത് ഹംദിനേക്കാൾ ആമാണ്. മദ്ഹിനെ പറ്റി പറയണം, അത് ഹംദിനേക്കാൾ ആമാന്ന് പറയാം. കാരണം ലന്നു യക്കൂനിൽ ഹയ്യ് വലിൽ മയ്യത്തി, കാരണം മരിച്ചവനെ ജീവിച്ചിരിക്കുന്നവനെ ഹംദ് പറയാം, മദ്ഹ് പറയാമല്ലോ. വൽ ജമാദിനെയും പറയാം, ജീവനില്ലാത്തതിനെയും പറ്റി മദ്ഹ് പറയാൻ പറ്റും. ആയുധം വീണ്ടും കമായി ഉംദഹു തആമു കണ്ട, വൽ മാലു വനഹുദാലിക്ക, ഭക്ഷണത്തെ മദ്ഹ് പറയാറില്ലേ, അതുപോലെ തന്നെ സമ്പത്തിനെ പറ്റി മദ്ഹ് പറയും, അതുപോലത്തേനൊക്കെ പറ്റി മദ്ഹ് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹംദിനേക്കാൾ ആമാണ് മദ്ഹ് എന്ന് പറയാം. വയക്കൂനു കബലൽ ഇഹ്സാനി വബഅദഹു, വയക്കൂനു അതുണ്ടാകും, ഇഹ്സാനിൻ്റെ മുമ്പും ഉണ്ടാകും, അതിന് ശേഷം ഉണ്ടാകും. വല സിഫാത്തിൽ മുത്താദ്ദിയൻ, വേണ്ട സിഫാത്തിൽ മുത്താദ്ദിയ സിഫത്തിൻ്റെ മേലും മദ്ഹ് പറയാം. വല്ലാസിമത്തി, ലാസിമായ സിഫത്തിൻ്റെ മേലും മദ്ഹ് പറയാം. ഐലം വീണ്ടും ഫഹു ആമ, അപ്പോൾ അത് ആമാന്ന് പറയാം. വദിക്റുൽ അഖ്വാലി സലഫി ബിൽ ഹംദി, ഹംദ് കൊണ്ട് സലഫിൻ്റെ കൗലുകളെ പറയലാണ്. ഇനി ഹംദിലുള്ള സലഫുകളായ പണ്ഡിതന്മാരുടെ വാക്കുകൾ ഉദ്ധരിക്കുക, അവരെ പറ്റി പറയാം. ഖാല ഇബ്നു അബി ഹാത്തം പറഞ്ഞു, ഹദ്ദസന അബൂ മാമറുൽ ഖതിഇ ഹദ്ദസന ഹഫ്സൻ അൻ ഹജ്ജാജിൻ അൻ ഇബ്നു അബി മുലൈക അൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ. ഖാല, ഇബ്നു അബ്ബാസ് പറയാണ്, ഖാല ഉമർ തങ്ങൾ പറഞ്ഞു, ഖദ് അലിംനാ സുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വമാ അൽഹംദുലില്ലാഹ്. ഞങ്ങൾ ഉമർ തങ്ങൾ പറഞ്ഞു എന്നാ, ഖദ് അലിംനാ സുബ്ഹാൻ, ഞങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് നമുക്കറിയാം എന്താണ്, വലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാം, ഫമാൽ ഹംദുലില്ല. അപ്പോൾ ഈ ഹംദ് എന്താ, അള്ളാഹ്ക്കുള്ള ഹംദ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഖാല അലി, അപ്പോൾ അലി തങ്ങൾ പറഞ്ഞു, കലിമത്തൻ, അതൊരു കലിമത്താണ്, റളിയഹ അല്ലാഹു ലി നഫ്സി, അവൻ്റെ നഫ്സിന് വേണ്ടി അള്ളാഹ് തൃപ്തിപ്പെട്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു കലിമത്താണത് അൽഹംദുലില്ലാ എന്നുള്ളത് എന്ന് അലി തങ്ങൾ പറഞ്ഞു. റവാഹു വൈറു അബു അമാമർ, അല്ലാത്തവരും ഇതിനെ റിവായത്ത് ചെയ്തിട്ടുണ്ട്, അൻ ഹഫ്സിനെ തൊട്ട്. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖാല ഉമർ തങ്ങൾ അലീനോട് ചോദിച്ചു എന്നാ റളിയല്ലാഹു അൻഹുമാ, വാസ്വാബിഹി, വാസ്ഹാബു ഇന്ദഹു, സഹാബികൾ നബിയുടെ അദ്ദേഹത്തിൻ്റെ അടുക്കുണ്ട്, അലി തങ്ങളുടെ അടുക്കലുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വ സുബ്ഹാനല്ലാഹ് വല്ലാഹു അക്ബർ ഖദ് അറഫ്നാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബർ എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഫമൽ ഹംദുലില്ലാഹ്, അൽഹംദുലില്ലാ എന്ന് വെച്ചാൽ എന്താണത്? ഖാല അലി തങ്ങൾ പറഞ്ഞു, കലിമത്തൻ, അതൊരു കലിമത്താണ്, അഹബ്ബഹ അല്ലാഹ്, അതിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നഫ്സിഹി, അവൻ്റെ നഫ്സിന് വേണ്ടി ഇഷ്ടപ്പെട്ട, വറളിയഹ ലി നഫ്സി, അവൻ്റെ നഫ്സിന് വേണ്ടി തൃപ്തിപ്പെട്ട ഒരു കലിമത്താണത്. വഹബ്ബ അൻ തുഖാല, പറയാൻ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട
ഒരു കലിമത്താണ്. വഖാല അലിബിന് സയ്യിദ്ബിന് ജുദ്ആൻ പറഞ്ഞു അൻ യൂസുഫിന് മിഹ്റാനെ തൊട്ട് കാല ഇബ്നു അബ്ബാസ് പറഞ്ഞു അൽഹംദുലില്ലാഹി കലിമത്തു ശുക്ർ, അൽഹംദുലില്ലാഹ് എന്ന ശുക്രിൻ്റെ കലിമത്താണ്. വൈദാ ഖാല അൽ അൽഹംദുലില്ലാഹ്, അപ്പോൾ ഒരു അടിമ അല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹ് പറയും ശക്കറനി അബ്ദി, എൻ്റെ അടിമ എന്നെ ശുക്ർ ചെയ്തിരിക്കുന്നു, എനിക്ക് ശുക്ർ ചെയ്തു എന്ന് പറയും. റവാ ഇബ്നു അബി ഹാത്തം കേട്ടോ. റവായിലൻ വീണ്ടും ഇബ്നു ജരീർ റിവായത്ത് ചെയ്തു മിൻ ഹദീസി ബിശ്റുബിന് ഇമാറ അൻ അബി റൗഖിന് തൊട്ട് അൻ ലഹാഖിന് തൊട്ട് അൻ ഇബ്നു അബ്ബാസിന് തൊട്ട് എന്താണ് അന്നഹു ഖാല, ഇബ്നു അബ്ബാസ് പറയും അൽഹംദുലില്ലാഹ് എന്ന് ഹുവ ശുക്റുലില്ലാഹി, അൽഹംദുലില്ലാഹ് എന്നുള്ളത് അള്ളാഹ്ക്ക് നന്ദി ചെയ്യലാണത്. വൽ ഇസ്തിഖ്ദാഉ ലഹു, അവനെ ഇസ്തിഖ്ദാ ചെയ്യലാണ്. വൽ ഇഖ്റാർ ലഹു ബിനിഅമിഹി വ ഹിദായത്തി വ ഇബ്തിദായി വ ഗൈറു ദാലിക, അള്ളാഹുവിനെ എന്ത് ചെയ്യുക, അംഗീകരിക്കലാണ്. അവൻ്റെ അനുഗ്രഹം കൊണ്ടും അവൻ്റെ ഹിദായത്ത് കൊണ്ടും അവനുണ്ടാക്കിയ കൊണ്ടും മറ്റുള്ള അതല്ലാത്തത് കൊണ്ടൊക്കെ എന്ത് ചെയ്യുക, അള്ളാഹുവിനെ എന്ത് ചെയ്യുക, ഇഖ്റാർ ചെയ്യലാണ് ശുക്ർ അൽഹംദുലില്ലാഹ് എന്നുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ ഖാല കഅബുൽ അഹ്ബാർ പറഞ്ഞു അൽഹംദുലില്ലാഹ് സനാഉല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ സനാ ആണ്, അള്ളാഹുവിൻ്റെ സനാ ചെയ്യലാണ്. വഖാല ലഹാഖു അൽഹംദുലില്ലാഹ് എന്ന് റിദാഉർ റഹ്മാൻ, റഹ്മാനിൻ്റെ തട്ടമാണ്, റിദാ ആണ്. വഖദ് വറദൽ ഹദീസ് ബിൻ അബി ദാലിക, ഹദീസ് ഇതുപോലത്തെ കൊണ്ട് ഹദീസ് വന്നിട്ടുണ്ട്. ഖാല ഇബ്നു ജരീർ പറഞ്ഞു ഹദസനി സഈദ് ഇബ്നു അംറിൽ സക്കൂനി ഹദസന ബഖിയത്ത് ബിൻ വലീദ് ഹദസനി ഈസ ബിൻ ഇബ്രാഹിം അൻ മൂസ ബിൻ അബി ഹബീബിൻ അനിൽ ഹക്കം ബിൻ ഉമൈരിൻ വകാനത് ലഹു സുഹബത്തൻ. ഖാല ഹക്കം ബിൻ ഉമൈർ പറയാൻ അദ്ദേഹത്തിന് സുഹബത്ത്, നബിയുമായി സഹാബിയാണ് അദ്ദേഹം. ഖാല അദ്ദേഹം പറഞ്ഞു ഖാല നബി പറഞ്ഞു ഇദാ ഖുൽത അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നീ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ ഫഖദ് ശക്കർതല്ലാഹ്, നീ അള്ളാഹുവിന് നന്ദി ചെയ്തു. ഫസാദക, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അപ്പോൾ അള്ളാഹ് നിനക്ക് നീ വർദ്ധിപ്പിച്ച് തരുമെന്ന്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നീ പറഞ്ഞാൽ നീ അള്ളാഹുവിന് നന്ദി ചെയ്തു, അപ്പോൾ അള്ളാഹ് നിനക്ക് വർദ്ധിപ്പിച്ച് തരും. വഖദ് റവൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിവായത്ത് ചെയ്തു ഹദസനാ റൂഹൻ ഹദസനാ ഊഫൻ അനിൽ ഹസൻ അൻ അസ്വദ് ബിൻ സരീൻ ഖാല അസ്വദ് ബിൻ സരീൻ ഖാല, അദ്ദേഹം പറയാണ് ഖുൽതു, ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ് റസൂലേ അലാ ഉൻഷിദുക മഹാമിദ ഹമിദ് ബിഹാ റബ്ബി തബാറക വ തആല, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു മഹാമിദ മഹമൂദുകളെ, ഹമിദ് ബിഹാ റബ്ബി എൻ്റെ റബ്ബിനെ സ്തുതിക്കാവുന്ന സ്തുതികളെ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, എൻ്റെ റബ്ബിനെ സ്തുതിക്കാൻ പറ്റിയ സ്തുതികീർത്തനങ്ങൾ. അപ്പോൾ ഫഖാൽ നബി പറഞ്ഞു അമാ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ, അമാ അറിയൂല, ഇന്ന റബ്ബക നിൻ്റെ റബ്ബ് യുഹിബ്ബുൽ ഹംദ, ഹംദിനെ ഇഷ്ടപ്പെടുമെന്ന് നിനക്ക് അറിഞ്ഞൂടെ. റവാഹു നസായി അൻ അലി ഇബ്നു ജുബൈർ, അൻ അലി ഇബ്നു ജുബൈരിൻ അൻ ഇബ്നു ഉലയ്യ അൻ യൂസുഫ് ഇബ്നു ഉബൈദിൻ അൻ ഹസൻ അൻ അസ്വദ് ഇബ്നു സരീൻ ബിഹി. വറവ തുർമുദി വൻ നസായി ഇബ്നു മാജയും നസായിയും തുർമുദി റിവായത്ത് ബിൻ ഹദീസ് മൂസ ബിൻ ഇബ്രാഹിം ബിൻ കസീറിൻ്റെ ഹദീസിൽ നിന്ന്, അദ്ദേഹം തന്നെ തൽഹത്ത് ബിൻ ഹിദാശനത്ത്, അദ്ദേഹം തന്നെ ജാബിർ ബിൻ അബ്ദുള്ള ഖാല, അദ്ദേഹം പറയുന്നത് ഖാല റസൂലുള്ളാഹ്, അള്ളാഹു റസൂൽ പറഞ്ഞു അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റുകളിൽ ഏറ്റവും മഹത്വമുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. വഅഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്, ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹ് എന്നതാണ്. വഖാല തുർമുദി പറഞ്ഞു ഹസനൻ ഗരീബൻ, ഇത് ഗരീബായ ഹദീസ്, ഹസനും ഗരീബുമാണ് ഹദീസ്. വറബ ഇബ്നു മാജ റിവായത്ത് താൻ ഹനസ് ബിൻ മാലിക്കിനെ തൊട്ട് ഖാല, അദ്ദേഹം പറയാണ് ഖാല റസൂലുള്ളാഹ്, അല്ലാഹു റസൂൽ പറഞ്ഞു മാ അൻഅമല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ ഫഖാല, അള്ളാഹു ഒരടിമക്കും ഒരു അനുഗ്രഹവും ചെയ്തിട്ടില്ലാണ്ട് ഫഖാല, അവൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ കാനല്ലദി അഅത അഫ്ളല മിമ്മാ അഖദാ, അപ്പോൾ ഇല്ലാ കാനല്ലദി അഅത, അള്ളാഹ് നൽകിയ ഒന്നാകും അഫ്ളൽ ഏറ്റവും ശ്രേഷ്ഠമാകും, മിമ്മാ അഖദ, അള്ളാഹ് മിമ്മാ അഖദ, മിമ്മ അഖദ എന്ന് വെച്ചാൽ എന്താ, അൽഹംദുലില്ലാഹ് എന്നുള്ളത്. ഫഖാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ കാനല്ലദി അഅത, അപ്പോൾ മാൻ അമല്ലാഹു അലാ അബ്ദിൻ നിഅമതൻ, ഒരടിമക്കുള്ള ഒരു അനുഗ്രഹം ചെയ്തുകൊണ്ട് ഫഖാൽ അണ്ടവും പറഞ്ഞു അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ
എല്ലാ കാനല്ലതി അള്ള നൽകിയതാകിട്ടല്ലാതെ ഇല്ല അഫ്ളല മിമാഖദ അള്ളാഹ് എടുത്തതിനേക്കാൾ ശ്രേഷ്ഠമായതല്ലാതെ അല്ല. വഖാലുൽ ഖുർത്തുബി റബി തഫ്സീൽ പറഞ്ഞു വഫി നവാരിദിൽ ഉസൂലി നവാരിദിൽ ഉസൂലിൽപ്പെട്ടതാണ്. നവാരിദിൽ ഹുസൂലിലുണ്ട്, അതായത് കിതാബാകാം. അനസിനെ തൊട്ട് നബി അനസങ്ങൾ നബിയെ തൊട്ട് കാല നബി പറഞ്ഞു ലൗ അന്ന ദുനിയാ ബി ഹദാഫീരിഹാ ഫിയദി റജുലിൻ മിൻ ഉമ്മത്തി ഈ ദുനിയാവ് എൻ്റെ സമുദായത്തിലെ ഒരു മനുഷ്യൻ്റെ കയ്യിലാണെങ്കിൽ ബി ഹദാഫീരിഹ സുമ്മ ഖാല പിന്നെ അവൻ പറഞ്ഞു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ലക്കാൻ അൽഹംദുലില്ലാഹി അഫ്ളല മിൻ ദാലിക അപ്പോൾ ആ ഹംദാകും, ആ അള്ളാഹുവിനെ സ്തുതിച്ചതാകും അതിനേക്കാൾ ശ്രേഷ്ഠം അതാണ്, ഈ ഹംദാണ്. ദുനിയാവ് മുഴുവനും ഒരുത്തൻ്റെ കയ്യിലാണെങ്കിലും പിന്നെ അവൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ആ ഹംദാണ് അഫ്ളലാണ്, ഇതിനേക്കാളൊക്കെ അഫ്ളൽ ആ ഹംദാണ്. ഖാലൽ ഖുർത്തുബിയും ഗൈറും പറഞ്ഞു ഐ ലകാന ഇൽഹാമു അൽഹംദുലില്ലാഹി അക്ബർ നിഅമത്തൻ അലൈ മിൻ നിഅമിദ്ദുനിയാ അതായത് അവൻ അൽഹംദുലില്ലാ എന്ന് അവന് തോന്നിപ്പിച്ചു കൊടുത്തത് അതാണ് അക്ബറിന് ഏറ്റവും വലിയ അനുഗ്രഹം, അതാണ് അവൻ്റെ മേൽ. മിൻ നിഅമിദ്ദുനിയാ ദുനിയാവിൻ്റെ അനുഗ്രഹങ്ങളെക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹം ഈ ഹംദ് എന്ന് അവന് തോന്നിപ്പിച്ചു കൊടുത്തല്ലോ അല്ലാഹ്, അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമെന്ന്. കാരണം അന്ന സവാബുൽ ഹംദി ഹംദിൻ്റെ കൂലി ലാ യഫ്ന നശിക്കൂല, വനഈമുദ്ദുനിയാ ലാ യബ്ഖ ഈ ദുനിയാവിൻ്റെ അനുഗ്രഹം അതും ശേഷിക്കൂലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കാലത്തൽ അള്ളാഹ് പറഞ്ഞു അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല സമ്പത്തുകളും മക്കളും ദുനിയാവിൻ്റെ ഭംഗികളാണ്. ബാഖിയാത്തുസ് സാലിഹാത്താവുന്നത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല അതാണ് ഏറ്റവും അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലത്താൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെ പോകും, ദുനിയാവിലെ അനുഗ്രഹങ്ങളൊക്കെ നശിച്ചു പോകും. ഇനി വഫി സുനൻ ഇബ്നു മാജയിലുണ്ട് കേട്ടോ, ഇബ്നു ഉമറിനെ തൊട്ട് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഹദ്ദസ നബി അവരോട് ഹദീസ് പറഞ്ഞു അന്ന അബ്ദൻ മിൻ ഇബാദില്ലാഹി അള്ളാഹിൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ കാല പറഞ്ഞു യാ റബ്ബി യാ റബ്ബേ ലക്കൽ ഹംദു കമാ യംബഗി ലി ജലാലി വജിക വ അളീമി സുൽത്താനിക ഒരടിമ പറഞ്ഞാൽ യാ റബ്ബി എൻ്റെ റബ്ബേ ലക്കൽ ഹംദു കമാ യംബഗി ലി ജലാലിക നിൻ്റെ വളർമയോട് വജീക നിൻ്റെ വളർമയോട് യോജിച്ച അതുപോലത്തെ സ്തുതി നിനക്കാണ്, വാലിമി സുൽത്താനിക്ക നിൻ്റെ സുൽത്താനിൻ്റെ വണ്ണത്തോട് യോജിച്ച സ്തുതി നിനക്കാണ് എന്ന അടിമ പറഞ്ഞാൽ ഫഅളലത് ബി മലക്കൈനി ഫലം യദ്രിയാ കൈഫ യക്തുബുഹാ യക്തുബാനിഹാ ഫഅളലത് ബി മലക്കൈനി രണ്ട് മലക്കിനെ കൊണ്ട് അള്ളലത്ത് വെച്ചാൽ എന്താ ഫലം യദിരിയാ കൈഫ യക്തുബാനിഹ ഫസൈദൈലസമായി ഫഖാല യാ റബ്ബി ഇന്ന അബ്ദൻ ഖദ് ഖാല മഖാലതൻ ലാ നദ്രി കൈഫ നക്തുബുഹ. അപ്പോൾ അവർ ഇതെങ്ങനെ എഴുതണമെന്ന് അവർക്കറിയില്ല. അപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്യും, ആകാശത്തിലേക്ക് കയറും. ഫഖാല രണ്ടൊരു പറയും എൻ്റെ റബ്ബേ ഇന്ന അബ്ദൻ ഖദ് ഖാല മഖാലതൻ ലാ നദ്രി കൈഫ നക്തുബുഹ. ഒരടിമ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്, ലാ നദിരി അത് ഞങ്ങൾ എങ്ങനെ എഴുതണം ഞങ്ങൾക്ക് അറിയില്ലല്ലോ. ഖാല അള്ളാഹ് പറയും വഹു അലമു ഞാൻ ഏറ്റവും അറിയും ബിമാ ഖാല അബ്ദുഹു ഐ മാതാ ഖാല അബ്ദി എൻ്റെ അടിമ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം. ഖാല അള്ളാഹ് പറയാണ് യാ റബ്ബി മാതാ ഖാല അബ്ദി അതായത് അള്ള പറയുന്നു മാതാ ഖാല അബ്ദീന്ന് എൻ്റെ അടിമ എന്താ പറഞ്ഞതെന്ന്. അതായത് എൻ്റെ അടുക്ക് പറയണം വഹ്വ അലമു ബിമാ ഖാല അബ്ദു അടിമ പറഞ്ഞത് അള്ളാഹ് ഏറ്റവും അറിയുമല്ലോ. പക്ഷേ എങ്കിലും അള്ളാഹ് മലക്കിനോട് ചോദിക്കും എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്. അപ്പോൾ ഖാല അവർ രണ്ടുപേരും പറയും യാ റബ്ബി എൻ്റെ റബ്ബെ ഇന്നഹു ഖദ് ഖാല തീർച്ചയായും അവൻ പറഞ്ഞു യാ റബ്ബി ലക്കൽ ഹംദു കമാ യംബഗി ലി ജലാലി വജീക വ അളീമി സുൽത്താനിക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖാല അല്ലാഹ് അപ്പോൾ അള്ളാഹ് ലഹും അവർ രണ്ടുപേരും പറയും ഉക്തുബഹ കമാ ഖാല അബ്ദി അതിനെഴുതുക എൻ്റെ അടിമ പറഞ്ഞതുപോലെ എഴുതുക ഹത്താ യൽഖാനി എന്നെ അവൻ കണ്ടുമുട്ടുന്നത് വരെ ഫാജിസ് യഹൂബിഹ അപ്പോൾ ഞാൻ അവൻ അതിന് പ്രതിഫലം കൊടുക്കും. വഹക്കൽ ഖുർത്തുബിയാൻ തായിഫത്തിന് അന്നഹും ഖാലു ഇനി ഖുർത്തുബി ഇക്കായത്ത് കിട്ടാ അവർ പറയും അടിമയുടെ കൗല് പറയും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഫ്ളൽ മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്
അതായത് ഇനി കുർത്തുബി ഹിക്കായത്ത് ചെയ്തു ഒരു ത്വായിഫത്തിൻ്റെ തൊട്ട് എന്താണ് അന്നവും അവർ കാലവർ പറഞ്ഞു കൗലുൽ അബദി ഒരടിമയുടെ കൗല് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന കൗല് അഫ്ളലു മിൻ കൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയേക്കാൾ ശ്രേഷ്ഠമാണ്. കാരണം ഇസ്തിമാലി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നത് അല്ല തൗഹീദിൻ്റെ മേൽ ചുറ്റുന്നുണ്ട്, മാൽ മദ് ഹംദോടുകൂടി തൗഹീദിൻ്റെ മേൽ ചുറ്റുന്നുണ്ടല്ലോ. വഖാല ആഖറൂന മറ്റു ചിലർ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ് അഫ്ളൽ. കാരണം ലി അന്നഹൽ ഫളു ബൈനൽ ഈമാനി വൽ കുഫ്രി, കാരണം ലി അന്നഹൽ ഫസ്ലു അതാണ് ഈമാനിൻ്റെയും കുഫറിൻ്റെ ഇടയിലുള്ള വേർതിരിവ് അതാണല്ലോ. വലൈഹ അത് പ്രകാരം യുഖാത്തലുന്നാസ് അതിപ്രകാരമാണല്ലോ ഹത്താ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് കമാ സബത ഫി ഹദീസിൽ മുവഫഖി അലൈഹി വഫിൽ ഹദീസിൽ ആഖിരി മിന സുനനി. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.